ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്തെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേന്ദ്ര സർക്കാർ ദുരിതബാധിതർക്ക് ഒരു സഹായവും നൽകാതെ ശത്രുതാ മനോഭാവമാണ് പുലർത്തുന്നത്. ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനം കേന്ദ്രം അവഗണിച്ചു. വീടുകളുടെ ആദ്യഘട്ട നിർമ്മാണം ഈ വർഷം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വർഷം തികയുകയാണ്. സാധാരണ നിലയിൽ ചൂരൽമലയിൽ സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിൽ. കേന്ദ്ര ഗവൺമെന്റ് ഒരു വർഷക്കാലം തികയുന്ന ഈ ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിനോട് ശത്രുതാപരവും അപമാനകരവുമായിട്ടുള്ള നിലപാടെടുക്കുക. ഒരുപക്ഷെ ജൂലൈ 30 ഈ മഹാദുരന്തം ഉണ്ടായതിനു ശേഷം ആഗസ്റ്റ് 11 അവിടെ വന്ന പ്രധാനമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 17 കേരളത്തിലെ ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിലെ ഈ ദുരന്തമുണ്ടായിട്ടുള്ള 10, 11, 12 വാർഡുകളിലെ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളണം എന്നാണ്. കടങ്ങൾ എഴുതി തള്ളാൻ കേന്ദ്ര ഗവൺമെന്റിനോട് വെറുതെ അഭ്യർത്ഥിക്കുകയല്ല. 2005 പാർലമെന്റ് പാസാക്കിയ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായാൽ, പ്രത്യേകിച്ച് L3 വിഭാഗത്തിൽപ്പെടുന്ന ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു ദുരന്തമാണെങ്കിൽ ആ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ ആ ആക്ടിൽ സെക്ഷൻ 13 പ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിയമം, പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം. അമിത്ഷാ അധ്യക്ഷനായിട്ടുള്ള ആ കമ്മിറ്റി 10 മിനിറ്റ് യോഗം ചേർന്നൊരു പ്രമേയം പാസാക്കിയാൽ ഇന്ത്യയിലെ എല്ലാ ദേശസൽകൃത ബാങ്കുകളും കടങ്ങൾ എഴുതിത്തള്ളാൻ ബാധ്യസ്ഥരാണെന്നിരിക്കെ 9 മാസക്കാലം കോടതിയുടെ മുമ്പാകെ തുടർച്ചയായി സോളിസിറ്റർ ജനറൽ അടുത്ത മാസം പരിഗണിക്കാമെന്ന വാഗ്ദാനം നൽകി. കഴിഞ്ഞ ജൂൺ 10 മാർച്ച് മാസത്തിൽ സെക്ഷൻ 13 തന്നെ എടുത്തു കളഞ്ഞു എന്ന അപമാനകരവും എന്നാൽ വിശ്വസനീയവുമല്ലാത്ത ഒരു പ്രഖ്യാപനം ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റർ ജനറൽ കോടതി നടത്തുക. സെക്ഷൻ 13 അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ ദുരന്തമുണ്ടായാലും ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഇന്ത്യൻ പാർലമെന്റ് ഏകകണ്ഠമായി ഒരു തീരുമാനം എടുത്തിരിക്കെ ആ തീരുമാനം വേണ്ടെന്ന് വെച്ചത്, അല്ലെങ്കിൽ ആ സെക്ഷൻ മാത്രം എടുത്തു കളഞ്ഞത് കേരളത്തിനോടും ചൂരൽമലയിലെ ജനങ്ങളോടുമുള്ള ക്രൂരമായിട്ടുള്ള ഈ സമീപനം, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ സമീപനം നടപ്പിലാക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഗവൺമെന്റ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് ആ കാര്യത്തിൽ എടുത്തത്. എല്ലാ കാര്യത്തിലും നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ വിശേഷിച്ച കേരളത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ 4 തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്ഥലം കണ്ടെത്തിയതാണ് കേരളത്തിലെ ഗവൺമെന്റ്. എന്നാൽ ആ ഏറ്റെടുക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട കേസ് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. അവസാനം മാർച്ച് 27 കോടതി അവിടെ എൻട്രി ചെയ്ത് തറക്കല്ലിടാൻ സമ്മതിച്ചത്. തറക്കല്ലിടാൻ സമ്മതിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരം ഏപ്രിൽ 14 വരെ നീണ്ടു. അതിനുശേഷം ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 ഫേസിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു. 5 ഫേസാണ് ഉള്ളത്. 410 വീടുകളാണ് അവിടെ നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർണ്ണമായിട്ടും 2025 ഡിസംബർ 31 മുമ്പ് പൂർത്തീകരിച്ച് 2026 പുതുവർഷത്തിൽ ഭവനരഹിതരായിട്ടുള്ള ടൗൺഷിപ്പിലേക്ക് വന്നു ചേരുന്ന മുഴുവൻ പേർക്കും വീട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ലാപ്സും ആ കാര്യത്തിലുണ്ടായില്ല. മാധ്യമ സുഹൃത്തുക്കളിൽ ചിലർ പറഞ്ഞ് പ്രചരിപ്പിച്ചൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, മാധ്യമങ്ങളെ ചോദ്യം ചെയ്യാനല്ല, പക്ഷെ പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തൽക്കാലം നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ട്, എത്ര കാലം ഈ വാടക കൊടുക്കും? ചിലർ പറഞ്ഞു പുത്തുവലയിൽ നിങ്ങൾ കൊടുത്തത് 2 മാസമോ 3 മാസവുമാണ്. അത് പഞ്ചായത്താണ് കൊടുത്തത്, സർക്കാർ എത്തുമാത്രം കൊടുക്കും. ഞങ്ങൾ പറഞ്ഞു, എന്നാണോ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നത് അതുവരെ കൊടുക്കും. ഈ അവസാനത്തെ മാസം വരെ അത് കൃത്യമായിട്ട് നിറവേറ്റാൻ കേരളത്തിലെ ഗവൺമെന്റിന് പറ്റിയിട്ടുണ്ട്. കോൺഗ്രസ് തുടങ്ങിയവർ ഉന്നയിച്ച ആക്ഷേപം അങ്ങനെ മുസ്ലിം ലീഗിന്റെ ആളുകൾ പറയുന്നു തോന്നുന്നില്ല. കാരണം അവരും റവന്യൂ മന്ത്രിമാരായിട്ടും മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇരുന്നവരാണ്, വക്കീലന്മാരാണ്. ഇവിടെ ഭൂമി സംബന്ധിച്ചിട്ടുള്ള കേസ് എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് അല്ല, TLB ആണ്. TLB എന്ന് പറഞ്ഞാൽ ഒരു സെമി ജുഡീഷ്യറി, കോസി ജുഡീഷ്യറി പവറുള്ള ഒരു അധികാര കേന്ദ്രമാണ്. ഗവൺമെന്റ് അല്ല കേസ് എടുക്കുന്നത്. ഗവൺമെന്റ് അടുത്തൊന്നും വരാനായിട്ടില്ല. അവിടെയുള്ള ഭൂമി കമ്പനി ആക്ട് പ്രകാരം 81(3) എക്സംഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു കേസിന്റെ ഭാഗമാണെന്ന് കണ്ട് നോട്ടീസ് അയച്ചിട്ടുള്ളത് TLB ആണ്. ഒരു കോടതി നടപടിയാണ്. TLBയുടെ മുമ്പാകെ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് ഭൂമി തന്ന ആൾക്കോ അവരുടെ ന്യായമായ കാര്യമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ അവസരമുണ്ട്. ഞങ്ങൾ ആ തർക്കത്തിലേക്ക് ഇപ്പൊ ഇടപെടുന്നില്ല. പിന്നെ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഭൂമി തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ ദുഃഖത്തിന്റെ ഇടയിലുള്ള ഒരു തമാശയാണ്. കാരണം സർക്കാരിന് തന്നെ ഭൂമിയില്ലാതെ സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് പണം കൊടുത്ത് മേടിച്ചപ്പോൾ പിന്നെ ഭൂമി വെക്കുന്നവർക്കൊക്കെ സ്ഥലം കൊടുക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതൊരു വിചിത്രമായ വാദമാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, 2 യോഗങ്ങൾ സ്പോൺസർമാരുടെ വിളിച്ചു. 30/12/2024 ആദ്യത്തെ യോഗം വിളിച്ചു. 50-ന് മീതെ വീടുകളുള്ളവരുടെ സ്പോൺസർ ചെയ്തവരുടെ യോഗമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, സിദ്ദിഖ് MLA ഉണ്ടായിരുന്നു. 50-ൽ കൂടുതൽ വീട് തരാമെന്ന് പറഞ്ഞ എല്ലാ സംഘടനകളുടെയും പ്രതിനിധി ഉണ്ടായിരുന്നു, കർണാടക സർക്കാരിൻ്റെത് ഉൾപ്പെടെ. അവിടെ ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്തു. അവിടെ ഭൂമി ഒരുമിച്ചാണ് ഏറ്റെടുക്കുന്നതെന്നും അവിടെ ഒറ്റ ഏജൻസിയെ വെച്ച് വീട് വെക്കുകയാണ് നല്ലതെന്നുമുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തു. പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു, തീരുമാനമെടുത്തു. അവിടെ വന്നൊരു അഭിപ്രായം ഉണ്ടായതാകെ 30 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പ്രാപ്യമാകുമോ? ഗവൺമെന്റ് ആലോചിച്ചു. ഗവൺമെന്റ് പറഞ്ഞു ഒന്നും കുറയ്ക്കാൻ പറ്റില്ല. PCC അനുസരിച്ച് കാല് കെട്ടിയിട്ടായിരിക്കും കെട്ടിടം ഉണ്ടാക്കുക. 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടാകും. മുകളിൽ ഒരു നില കൂടി ആവശ്യമെങ്കിൽ എടുക്കാൻ പറ്റുന്ന തറ അതിനുണ്ടാകും. 30 ലക്ഷം രൂപ തന്നെ വേണ്ടി വന്നാലും ഇല്ലെങ്കിലും 20 ലക്ഷം രൂപ ഒരു യൂണിറ്റിൽ ആളെടുത്താൽ മതി. ബാക്കി പണം വേണ്ടി വന്നാൽ സർക്കാർ സഹിക്കും. ഇതാണ് നമ്മൾ എടുത്തത്. അത് കഴിഞ്ഞ് 4/1/2025 അടുത്ത യോഗം നടത്തി. അത് 50-ൽ താഴെ വീടുകൾ സ്പോൺസർ ചെയ്തവർ. ആ ലിസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. 30 വീടാണ് യൂത്ത് കോൺഗ്രസ് സ്പോൺസർ ചെയ്തത്. അവർ വന്നില്ല യോഗത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലും മറ്റൊരു വാഗ്ദാനവും നമ്മൾ നൽകിയിട്ടില്ല. ഞങ്ങൾക്കൊരു പരാതിയില്ല സർക്കാരിന്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, സർക്കാരിനൊരു പരാതിയില്ല. പിരിച്ചവരും പണം കൊടുത്തവരും ഒക്കെ തമ്മിലുള്ള വല്ല പരാതി ഉണ്ടെങ്കിൽ അവര് തമ്മിലങ്ങ് തീർത്തേക്കണം. ഈ സർക്കാരിന് നെഞ്ഞത്തേക്ക് കുതിര കയറണ്ട. സർക്കാർ ഇതിൽ കക്ഷിയല്ല. സർക്കാർ ഒരാളോടും പണം പിരിക്കാനും പറഞ്ഞിട്ടില്ല. സർക്കാർ ഒരാളുടെ കാര്യത്തിൽ ഓഡിറ്റിനും പോകാൻ പോകുന്നില്ല. അതൊക്കെ ബന്ധപ്പെട്ട സംഘടനക്കാർ തമ്മിൽ നടക്കേണ്ട തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ്. അതിലേക്ക് അനാവശ്യമായിട്ട് സർക്കാരിന് വലിച്ചെടുക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് നടന്നുണ്ടെന്നാണ് പറയുന്നത്. ഫേസ് 1 ദുരന്തം നടന്ന ഭൂമിയിൽപ്പെട്ട വീടും ഭൂമിയും നഷ്ടപ്പെട്ടാണ്. ഭൂമി അവർക്ക് എടുക്കാം, വീട് പുതിയ നഗരത്തിലായിരിക്കും. രണ്ടാമത്തത് ജോൺ മത്തായി കാണിച്ചു തന്ന ഇനി അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ നോഗോ സോണിൽ ഉൾപ്പെടുത്തും. അത് 2A ലിസ്റ്റ്. 3 നോഗോ സോണിൽ ഇല്ല, ഗോ സോണിലാണ്. പക്ഷെ അങ്ങോട്ട് കിടക്കാനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞതിന്റെ പേരിൽ ഒരു മാനദണ്ഡം തീരുമാനിച്ചു. നോഗോ സോണിന്റെ 50 മീറ്ററിനകത്തുള്ള ഈ 3 വിഭാഗത്തിൽപ്പെട്ട 402 പേരുടെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും സർക്കാർ പ്രസിദ്ധീകരിച്ചു. പിന്നെ കുറച്ച് ആളുകളുടെ പരാതി വന്നിട്ടുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തവരുണ്ട്. ആ മഴയത്ത് തന്നെ പറ്റിയതാണ്, പക്ഷെ ഈ ദുരന്തത്തിൽ പറ്റിയതല്ല എന്ന് പറയുന്നവരുണ്ട്. മഴയത്ത് വീണ് നഷ്ടപ്പെട്ടു പോയി, ഈ ദുരന്ത പ്രദേശത്തല്ല എന്ന് പറയുന്നവരുണ്ട്. അവരുടെ കാര്യം ഒരു അഡീഷണൽ സെക്രട്ടറി ചുമതലപ്പെടുത്തി അദ്ദേഹം അവരുടെ പൂർണ്ണമായിട്ടുള്ള ഹിയറിംഗ് കേട്ട് കഴിഞ്ഞു. ഇനി ഒരു ഫിസിക്കൽ ടീമിനെ നമ്മൾ ഈ മാസക്കാലം ഈ സ്ഥലങ്ങൾ നേരിട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. അവരുടെ കൂടി റിപ്പോർട്ട് കിട്ടുന്നതിനനുസരിച്ച് സർക്കാർ അത് തീരുമാനമെടുക്കും. ഇതുവരെ തന്ന എല്ലാ ലിസ്റ്റും അപ്രൂവ് ചെയ്തത് സർക്കാരല്ല, DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അതായത് ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായിട്ടുള്ള അതോറിറ്റിയാണ് അത് അംഗീകരിച്ചത്. അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. ഇനി പരാതിയുള്ളവർ കൊടുത്തിട്ടുള്ള പരാതികളിൽ ഹിയറിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ പരിശോധന കൂടി കഴിഞ്ഞിട്ട് എത്രമാത്രം പറ്റുമെന്ന് നോക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഈ ദുരന്തത്തിൽ പെട്ടതല്ലെങ്കിലും ഇനി മഴയത്ത് വീട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ ഇതിന്റെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും അവർക്കും ഈ നഗരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും സർക്കാർ കൊടുക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് നമുക്ക് വിരോധം ഉണ്ടാകില്ല. അതിലൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തേണ്ടി വരും. അത്രേ ഉള്ളൂ. നേരത്തെ മന്ത്രിയുടെ അല്ല, ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് ഇപ്പോ വളരെ അപൂർവമായ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ മൊഴിയെല്ലാം കേട്ടതിന് ശേഷം ജോയിന്റ് കമ്മീഷണർ, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നവീൻ ബാബു എന്ന ADM ഒരു കുറ്റവും അക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന കാര്യം അടിവരയിട്ട് രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ആദ്യം സമർപ്പിച്ചത് എനിക്കല്ലേ. റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ മാത്രം അത്ര കളക്ടറെ മാത്രമല്ല 100 കണക്കിന് അതിനകത്ത് ഹിയറിംഗ് നടത്തിയവരുടെ മുഴുവൻ രേഖകളുണ്ട്. രേഖകളെല്ലാം വായിച്ച് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ സമയദൈർഘ്യം ഉണ്ടാക്കിയിട്ടില്ല എന്നതുൾപ്പെടെ 3 കണ്ടെത്തലുകൾ എത്തിച്ചേർന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് എന്താണ് ചോദിക്കാനുള്ളത്? അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശവും ലാൻഡ് റവന്യൂ കമ്മീഷൻ അതിനുവേണ്ടി ഹാജരാക്കിയിട്ടുള്ള മുഴുവൻ രേഖകളുടെ പരിശോധനയും നേരിട്ട് നടത്തി ഞാൻ തന്നെ പറഞ്ഞു. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത IAS നടത്തിയതാണ് ശരി. പിന്നെ അതിലെന്താ ഈ തർക്കം? അല്ല, മുൻ നിലപാടിൽ മാത്രമല്ല, അരേശ മണിക്കൂർ കൂടി. എനിക്ക് വളരെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഓരോ തരത്തിലുള്ള കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും നിങ്ങൾ രേഖ ചോർത്തുമ്പോഴും നിങ്ങൾ പുതിയ രേഖ കണ്ടെത്തുമ്പോഴും അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല. ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം
പുറത്തിറങ്ങുന്ന നേരത്ത് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞു, അതും ഒരു ചാനൽ എടുത്തു കാണിച്ചു. ആ നിലപാടിൽ മാറി ഒരു മാറ്റവും ഇല്ല. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. സഭയിലിരിക്കുമ്പോഴാണ് ഈ മരണം ഞാൻ അറിഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. രണ്ട്, എൻ്റെ മുമ്പിൽ നവീൻ ബാബുവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണനിമിഷം വരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതിയും ലഭ്യമായിട്ടില്ല. ഈ രണ്ട് കാര്യം ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ എവിടെയാണ് മാറിയത്? എനിക്ക് മുമ്പാകെ കളക്ടർ നൽകിയിട്ടുള്ള രേഖയിൽപ്പെട്ടതാണോ ഇത്? അല്ലല്ലോ. കളക്ടർ ആവശ്യപ്പെട്ടത് എന്ത്? കളക്ടർ റിപ്പോർട്ട് ചെയ്തത് എന്ത്? അതിനുശേഷം റവന്യൂ വകുപ്പ് മന്ത്രി എടുത്ത നിലപാടെന്ത്? അത് മാത്രം നോക്കിയാൽ പോരെ. കളക്ടർ എന്നോട് പത്തനംതിട്ടയിൽ ഇയാൾ ADM ആയി പോകുമ്പോൾ എന്തെങ്കിലും കളക്ടർ തന്നെ പറഞ്ഞല്ലോ, ആരോപണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖാമൂലം ലഭ്യമാകട്ടെ, അപ്പൊ പരിശോധിക്കാം. എല്ലാ കാര്യത്തിലും റവന്യൂ വകുപ്പിന്റെ നിലപാടതാണ്. എന്റെ മുമ്പിൽ ഒരു പരാതിയും വന്നിട്ടില്ല. കളക്ടറും എന്റെ മുമ്പിൽ രേഖാമൂലമായിട്ടുള്ള ഒരു പരാതിയും, ആദ്യ റിപ്പോർട്ട് കളക്ടർ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ കളക്ടർ റിപ്പോർട്ട് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ പിറ്റേ ദിവസം. അത് വിവരാവകാശം വെച്ചും അല്ലാതെയും ചോർത്തിയെടുത്ത് നിങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചല്ലോ. അതിനെന്താണ് എഴുതിയത്? ഞാൻ പറയും. കേരളത്തിലൊരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഈ മൊഴികളെല്ലാം കേട്ടതിന് ശേഷം ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ രേഖപ്പെടുത്തിയ ADM നവീൻ ബാബു ഇക്കാര്യത്തിൽ കുറ്റക്കാരനല്ല എന്ന നിർദ്ദേശം പൂർണ്ണമായി ശരിവെച്ചുകൊണ്ട് അതിന് താഴെ ഒപ്പിട്ടാൽ അതിന്റെ അർത്ഥം പിന്നെ മന്ത്രിയുടെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്നും ഒരു തർക്കവും വേണ്ട. അതേ നിർദ്ദേശത്തിലും അതേ അഭിപ്രായത്തിലും തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ വഴിയിൽ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കുറ്റക്കാരെ കുറിച്ചോ ആരെങ്കിലും പഴിചേരുന്നതിനെ കുറിച്ചോ അല്ല, അദ്ദേഹത്തെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ്. അതെന്റെ ബോധ്യമാണ്. ആ ബോധ്യം ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാവരുടെയും ഞാൻ പറഞ്ഞിട്ടുള്ളതുമാണ്. രേഖകൾ വായിച്ചു നോക്കിയാൽ അത് കിട്ടും. പകർപ്പവകാശം കിട്ടുന്നതിൽ അതും കിട്ടും. അത് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാക്കും. ചൂരൽമലയിൽ നൽകുന്ന എല്ലാ സാമ്പത്തിക സഹായവും പ്രത്യേക നഗരമൊഴികെ വിലങ്ങാടിന് കൂടി ബാധകമാണ് എന്ന് ഗവൺമെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ 31 പേർക്ക് നമുക്ക് വീടിന്റെ പണം 15 ലക്ഷം രൂപ എന്ന സംഖ്യ നൽകി, 15 ലക്ഷം രൂപ നൽകി. പിന്നീട് 18 പേർക്ക് അക്കാര്യം നൽകാനുള്ള തീരുമാനമെടുത്തു. DDMA ഇനിയും പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അവിടെ താമസയോഗ്യമല്ലാത്ത ആളുകളുണ്ടെങ്കിൽ DDMA എന്ന് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അതിലൊരു പ്രയാസം ഉണ്ടാകില്ല. വിലങ്ങാട്ടെ MLA തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ജില്ലാ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ലതുപോലെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവിടുത്തെ റോഡുകൾ നിർമ്മിക്കാൻ, പാലങ്ങൾ നിർമ്മിക്കാൻ, ഡബ്രി മാറ്റാൻ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കുറവുകൾ ഇനി ഉണ്ടായാൽ ആ കുറവുകൾ കൂടി പരിഹരിക്കാനുള്ള നടപടിയെടുക്കും. അവിടെയും അവിടെ താമസിച്ചു വരുന്ന ആളുകൾക്ക് ഈ മാസവും 42 പേർക്ക് 6,000 രൂപ വീതമുള്ള വാടകയും കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജില്ലാ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി യോഗം ചേർന്നത് അവിടെയാണ് ബോഡി സർക്കാരിലേക്ക് നിർദ്ദേശിച്ചാൽ ഒരു മടിയുണ്ടാകില്ല. വിലങ്ങാടിന്റെ കാര്യത്തിൽ ഇത്രയേറെ മരണങ്ങളില്ലെങ്കിലും വിലങ്ങാട് വളരെ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. ജനപ്രതിനിധികളുടെ എല്ലാം കൂട്ടായ ഇടപെടൽ, MLAയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം, സർക്കാരിന്റെ സഹായം, ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലൊക്കെ ആ കാര്യത്തിലുണ്ടായി. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ DDMA പരിശോധിച്ച് നൽകിയാൽ അക്കാര്യം പരിശോധിച്ച ആവശ്യമാണ്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.